എന്ത് കോഴീനെ മേടിച്ചിടാനോ? മുട്ടക്കോഴീനെ. നല്ല ബിസിനസ് അല്ലേ? ആ നോക്കാവുന്നതാണ്. നമ്പറാണല്ലോ. ഹലോ, ആരാ? മീരയോ? ആ മീര, എന്തായിരുന്നു? ബാവ ഇപ്പൊ പുറത്തു പോയുള്ളൂ സിദ്ധുവിൻ്റെ ഒപ്പം. എന്തായിരുന്നു? ഒന്നുമില്ലേ? ആ തിരിച്ചു വിളിക്കാൻ പറയാം. ശരി. ആ ഓക്കെ. ഇവളെന്തിനാ എന്നെ വിളിക്കുന്നേ? അല്ല, നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? അത് ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, അതായിരിക്കും. അതെന്താ? ബി വാല്യബിൾ നോട്ട് അവൈലബിൾ അല്ലേ? കറക്റ്റാണ്. അതാ ആമിമോളെ, നമ്മൾ ഈ പെമ്പിള്ളേരടുത്ത് അധികം അവൈലബിൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു വില ഉണ്ടാവൂല. ആ രോഹിത്ത് കാണിച്ച പോലത്തെ മണ്ടത്തരം നമ്മൾ കാണിക്കരുതല്ലോ. ഏത് രോഹിത്ത്? അന്ന് പാർക്കിന് കാണിച്ചു തന്നിട്ടേ, ജിമ്മൻ. മാത്രല്ല കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് അവൻ കോഴിയെന്ന് വിചാരിച്ചല്ലോ. അതുകൊണ്ടൊരു ഗ്യാപ്പ് ഇട്ടേക്കണ നല്ലതല്ലേ? തേങ്ങയാണ്. ഇവനായിരിക്കും ഐഡിയ ഒക്കെ പറഞ്ഞു തന്നെ. എന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി അവോയ്ഡ് ചെയ്യുന്നേ? അത് നമ്മളെന്നാ പാർക്കിൽ വെച്ച് ലാസ്റ്റ് മീറ്റ് ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് പിണ്ടിട്ടില്ല. ഒരാഴ്ചയാ? ഒരാഴ്ചയായിട്ട് നീ മിണ്ടിയിട്ടേ ഇല്ലേ? ഇല്ല. എന്റെ പൊന്നാമി, ഇവന്റെ അടുത്ത് അധികം ഒലിപ്പിക്കാണ്ട് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ. ഒരാഴ്ച മിണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കുഴപ്പമായ? കുഴപ്പമായി. അല്ലേ ആമി? ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ള? ഞാൻ വിളിച്ചിട്ട് എന്തേലും പറയട്ടെ? വിളി. ഒരാഴ്ചയായിട്ട് ആ കൊച്ചിനെ ഗോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വിളിച്ച് നീ എന്തോന്നാ പറയാൻ പോണേ? അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇനി എന്തായാലും ഫോണിലൊന്നും കാര്യം പറയാൻ നിൽക്കണ്ട, നേരിട്ടൊന്ന് സംസാരിച്ചാൽ മതി. പിന്നെ ഈ മനസ്സിലുള്ള ഇഷ്ടം വെച്ചോണ്ടിരിക്കരുത്. ലേറ്റ് ആവണതിന് മുമ്പ് പറയാൻ നോക്ക്. പിന്നെ രോഹിത്തിനെ വെച്ചാൽ നീ നിന്നെ കമ്പയർ ചെയ്യണമെങ്കിൽ അവൾക്ക് നീ അങ്ങനെയല്ല, അത്രയും മനസ്സിലാക്കിയാൽ മതി. എടാ, ഒന്നുമില്ലെങ്കിലും ഒരാഴ്ചയായിട്ട് അവൾ നിന്നെ വിളിക്കുന്നില്ലേ, എന്നിട്ട് നിന്നെ കിട്ടാണ്ട് എന്നെ വിളിക്കുന്നു. മനസ്സിലാക്കിക്കൂടെ? ഇതുപോലെ വേറെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നന്നായി. ഇതുപോലൊരു മണ്ടന്മാര്.